ശ്രീ കെ.ബി. രാജു SNVC ട്രസ്റ്റ് രൂപീകരിച്ച കാലം മുതൽ ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡൻ്റായും കഴിഞ്ഞ 5 വർഷക്കാലമായി ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റായും സേവനമനുഷ്ഠിച്ചു. സ്കൂളിൻ്റെ പ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയിൽ കാണണമെന്ന് ആഗ്രഹിച്ച, ആത്മാർത്ഥമായി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ശ്രീ M.L. ജയപ്രകാശ് ട്രസ്റ്റ് രൂപീകരിച്ച നാൾ മുതൽ ട്രസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായും കഴിഞ്ഞ 5 വർഷക്കാലമായി ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡൻ്റായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. Our trust secretary and school manager Sri J. Mesa, chief guest Sri Sajju Navodaya, distinguished guests, and privileged to stand before you and address you on this August occasion. We are witnessing a great event where all are enthusiastic and zealous, as the name Zelia indicates. We are going to celebrate our 22nd annual day, Zelia 2K24. Our school has a history of 22 years, which began in 2002 at Anachal, thanks to the initiative taken by the Anachal branch of SNDPU. It was the first step of this great journey. Of course, our road to this present day success was not at all an easy one. നമ്മുടെ ഒരു സ്കൂളിനെ സംബന്ധിച്ച് അത് എല്ലാ അർത്ഥത്തിലും അതിൻ്റെ സ്ട്രെങ്ത് കൊണ്ടും അതിൻ്റെ ഫിസിക്കലിയും അതിൻ്റെ മോണിറ്ററിലെയും നമ്മുടെ സ്കൂള് ഏകദേശം ഒരു സക്സസ് ആയി എന്ന് പറയാൻ പറ്റുന്ന ഒരു വർഷം ഈ വർഷം നമ്മൾ ഇപ്പോൾ ഈ ആനിവേഴ്സറിയുടെ ആഘോഷിക്കുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം ഒരു നോട്ടീസിൽ എൻ്റെ ശരിക്കുള്ള പേര് കാണുന്നത്. ഇല്ലെങ്കിൽ എവിടെ ചെന്നാലും പാഷാണം ഷാജി എന്ന് എഴുതി വെക്കുള്ളൂ. പിന്നെ തിരിച്ച് കറങ്ങി വന്നപ്പോഴത്തേക്ക് വീണ്ടും പാഷാണം ഷാജിയായി. ഈ പാഷാണം ഷാജി അറിയില്ലാത്തവർക്ക് കൊണ്ട് പറയൂ കേട്ടോ, പാഷാണം എന്ന് പറഞ്ഞാൽ വിഷമാണ്. ഞാൻ ജീവിതത്തിൽ വിഷമൊന്നുമല്ല, എൻ്റെ ഭാര്യയ്ക്ക് അമൃത, അത്രയും നല്ലൊരു മനുഷ്യൻ ഞാൻ. ചില ആൾക്കാർക്ക് അറിയാം എന്തോ ഷാജിയാന്ന്. വഴിയെ പോകുമ്പോൾ ഹലോ പാൽക്കാരൻ ഷാജി, ഹലോ പട്ടാളം ഷാജി. ഞാനും എൻ്റെ വൈഫും കൂടി ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് ഒരു ചേട്ടനെ വയ്യാതെ എൻ്റെ മുമ്പിൽ കൂടി കൊണ്ടുപോകുക. പുള്ളി റിവേഴ്സ് വന്നിട്ട് എന്നോട് ചോദിക്കുക, പാതാളം ഷാജി അല്ലേ? അങ്ങനെ പാതാളത്തിൽ വരെ ഞാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പേര് കിട്ടിയ പിന്നെയാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കാനും അതുപോലെ 2 വാക്ക് സംസാരിക്കാനൊക്കെ ഉള്ളൊരു അർഹത ഉണ്ടായത്. അതുകൊണ്ട് പാഷാണം ഷാജി എന്നോ പാഷാണമെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. പക്ഷേ ആർക്കെങ്കിലും ചെക്ക് തരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് മാത്രം പാഷാണം ഷാജി എന്ന് എഴുതരുത്. അങ്ങനെ എഴുതി തന്നിട്ട് ഞാൻ ചെക്കും കൊണ്ട് ബാങ്കിൽ ചെന്ന് പറയാം ഇങ്ങനെ ഒരാൾക്ക് ഇവിടെ അക്കൗണ്ട് ഇല്ല എന്നാണ്. അപ്പോഴാണ് ഞാനും ചെക്കിൽ നോക്കണത്. ഇപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളുടെ പരിപാടി കാണാൻ വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളെ കലാകാരനോ കലാകാരിയോ സ്പോർട്സ് താരോ എന്ത് വേണമെങ്കിലും ആക്കിക്കോ. പക്ഷേ അത് പഠിപ്പുള്ള കലാകാരനാവണം, പഠിപ്പുള്ള കലാകാരിയാവണം, പഠിപ്പുള്ള സ്പോർട്സ് താരമാവണം. വിദ്യാഭ്യാസമാണ് പ്രൈമറി, സെക്കൻഡറി ആയിരിക്കണം ബാക്കിയെല്ലാം. കാരണം നമ്മൾ ഈ കല കൊണ്ടും സ്പോർട്സ് കൊണ്ടും ഏത് അറ്റം വരെ വലിയ ലെവലിൽ ചെന്നാലും ചില സ്ഥലങ്ങളിൽ നമ്മൾ പിന്നോട്ട് മാറേണ്ടി വരും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പഠിപ്പുള്ള കലാകാരനും പഠിപ്പുള്ള കലാകാരിയും പഠിപ്പുള്ള സ്പോർട്സ് താരമാക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകൾ, ഈ വന്നിരിക്കുന്ന പാരൻസിൻ്റെയൊക്കെ വീട്ടിൽ ഒരു മണിക്കൂർ വീട്ടിൽ എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുന്ന വീടുണ്ടോ? അച്ഛനും മക്കളും അമ്മയും അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുന്ന ഒരു വീടുണ്ടാവുക? എൻ്റെ കൈ പൊക്കിയോ, ധൈര്യമായിട്ട് പൊക്കിയോ, നാണക്കേടല്ല, നല്ല കാര്യമോ?
2, 3, 4 വീടാണ്. നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ വീടിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോഡ്ജ് സിസ്റ്റമാണ്. രാവിലെ 3 മുറിയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നത് അമ്മയ്ക്കാണ്, ഹായ് ഗുഡ് മോർണിംഗ്, ഇങ്ങോട്ട് നേരെ കുളിക്കാൻ പോകുന്നു, കുളി കഴിഞ്ഞ് തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അപ്പോൾ വൈകിട്ട് കാണാം, നേരെ പോകുന്നു, വൈകിട്ട് തിരിച്ച് വരുമ്പോഴേ കാണും ഹായ്, നേരെ റൂമിലേക്ക് പോകുന്നു, കുളിക്കുന്നു, ഡിന്നർ കഴിക്കാൻ വരുന്നു, ഡിന്നർ കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു, രാവിലെ എണീറ്റ് വീണ്ടും ഗുഡ് മോർണിംഗ്. ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ നടക്കുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കറിയാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറോ 10 മിനിറ്റെങ്കിലും നമ്മളുടെ മക്കളുടെ കൂടെ നിന്ന് കുറച്ചു നേരം സംസാരിക്കുകയോ ചിരിക്കുകയോ കളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവുമായാൽ പിന്നീട് നമ്മുടെ മക്കൾക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അവരെന്താണ് അങ്ങനെ പോകുന്നത്, അവരെ നമുക്ക് തിരുത്താൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കും, അമ്മമാരെന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ സ്കൂളിലേക്ക് കുട്ടികൾ തന്നെ എങ്ങനെ വളരെ തളർന്നൊടിഞ്ഞ് ക്ഷീണിച്ച് വേണമെന്നൊക്കെ പറഞ്ഞ് കയറി വന്നത്. പക്ഷെ സ്കൂൾ വിട്ടിട്ട് അവർ ഇറങ്ങി ഓടുമോ വീട്ടിലേക്ക് വരാൻ? അതെന്താണെന്നറിയാമോ? ഏറ്റവും വലിയ വിദ്യാലയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടാണ്. ഈ വീട്ടിൽ അപ്പൂപ്പൻ്റെ പക്വതയിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവും, അമ്മമ്മയുടെ പക്വതയിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവും, അച്ഛൻ്റെ പക്വതയിലുള്ള, അമ്മയുടെ പക്വതയിലുള്ള, ചേട്ടൻ്റെ പക്വതയിലുള്ള, ചേച്ചിയുടെ പക്വതയിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും വലിയ വിദ്യാലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് തന്നെ. ആ വീട് വിദ്യാലയമാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം മക്കളുടെ കൂടെ ചിലവഴിക്കുക, നമ്മൾ അച്ഛനും അമ്മയും കൂടി സ്നേഹിക്കുന്നത് മക്കൾ കണ്ടുപഠിക്കുക, മക്കൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഇത് കണ്ടു വേണം അവർ വളരാൻ. മുമ്പോട്ടുള്ള വർഷങ്ങളിൽ സ്കൂൾ ഉന്നതിയിലേക്ക് എത്തട്ടെ, ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ. നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വൻ വിജയമായി തീർക്കാൻ സർവേശ്വരൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നതിലും നിങ്ങളെല്ലാവരും കണ്ടതിലും ഒത്തിരി സന്തോഷം. എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തും വന്നിട്ടുണ്ട്, രാജേഷ് അടിമാലി എന്നാണ്, നിങ്ങളുടെ നാട്ടുകാരനാണ്, വലിയൊരു കലാകാരനാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥയായതുകൊണ്ടിട്ടാണ് ഞാൻ രാജേഷിനെ കൂടി കൂട്ടിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് ഞങ്ങൾ പാടാം, വേണമെങ്കിൽ ഒന്ന് കൈയടിക്കുക. കന്നിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ മാമ്പഴമാകട്ടെ കയറുമ്പോൾ വിരാതെ സൂക്ഷിക്കണേ എന്റെ മുന്നാരെ, വിരാതെ സൂക്ഷിക്കണേ. ഓടുന്ന വണ്ടിയിൽ ചാടി കയറുമ്പോൾ വിരാതെ സൂക്ഷിക്കണേ എന്റെ മുന്നാരെ, വിരാതെ സൂക്ഷിക്കണേ. കന്നിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ മുന്നാരെ, മാമ്പഴമാകട്ടെ.
ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചുവപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കറി വീച്ച മീനെ പെണ്ണിന്റെ കൊട്ടല് നീയുള്ള കിടക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചുവപ്പുള്ള വികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കറി വീച്ച മീനെ പെണ്ണിന്റെ കൊട്ടല് നീയുള്ള കിടക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനത്തോടുള്ള വികാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കറി വീച്ച മീനെ പെണ്ണിന്റെ കൊട്ടല് നീയുള്ള വിളക്കണ മീനാണേ. ആരാരും ആവാത്ത കാലത്ത് ഞാനത് മോട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരാരും ആവാത്ത കാലത്ത് ഞാനത് മോട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരാരും ആവാത്ത കാലത്ത് ഞാനത് മോട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ഊരിന്റെ നോട്ടിന് ലാഭങ്ങളില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോൾ ഇക്കർ വലിച്ചെന്ന കയ്യിൽ നടുതളർത്തിയാറോട്ടോ വണ്ടി. ഊരിന്റെ നോട്ടിന് ലാഭങ്ങളില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോൾ ഇക്കർ വലിച്ചെന്ന കയ്യിൽ നടുതളർത്തിയാറോട്ടോ വണ്ടി. ആരാരും ആവാത്ത കാലത്ത് നടന്നു ഓടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ഊരിന്റെ നോട്ടിന് ലാഭങ്ങളില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോൾ ഇക്കർ വലിച്ചെന്ന കയ്യിൽ നടുതളർത്തിയാറോട്ടോ വണ്ടി. ആരം തടയണം എനിക്കിത് പാടിക്കൊണ്ടിരിക്കണം. കേൾക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിരണം. ആടണം പാടേണം എനിക്കിത് പാടിക്കൊണ്ടിരിക്കണം. കേൾക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിരണം. അന്നത്തെ പുന്നാര മുന്നിലെ കുക്കരളെ മുന്നോട്ട് കരളെ ഉച്ചക്ക് നീ എന്റെ കൊച്ചു പഴതൊപ്പിടന്നോ കുക്കരളെ ആടണം പാടേണം എനിക്കിത് പാടിക്കൊണ്ടിരിക്കണം. കേൾക്കണം എന്റെ കഥ നീയൊന്ന് കേട്ടിരണം. ആടണം പാടേണം എനിക്കിത് പാടിക്കൊണ്ടിരിക്കണം. എന്റെ കഥ നീയൊന്ന് കേട്ടിരണം. ഉച്ചക്ക് നീ എന്റെ കൊച്ചു പഴതൊപ്പിടന്നോ കുക്കരളെ ആടണം പാടേണം എനിക്കിത് പാടിക്കൊണ്ടിരിക്കണം. കേൾക്കണം കേൾക്കണം എന്റെ കഥ നീയൊന്നു കേട്ടിടണം. താങ്ക് യു. എന്തായാലും ഇങ്ങോട്ടുള്ള പരിപാടികളെല്ലാം ഗംഭീരമാവട്ടെ. എല്ലാവിധ ആശംസകളും. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി കഴിഞ്ഞ 22 വർഷക്കാലം ആ മനുഷ്യൻ കാണിച്ച ത്യാഗം, വ്യക്തിപരമായ ത്യാഗമൊക്കെ മനസ്സിലെ അഭിമാനപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ വളർച്ചയുടെ മൊത്തമായ അതിൻ്റെ ക്രെഡിറ്റ് പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ അജയണ്ണന് നൽകിക്കൊണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനം തുടർന്നുള്ള വളർച്ചയ്ക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.